വിമർശനങ്ങളും വിവാദങ്ങളും ഏറ്റില്ല. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ MLA സത്യപ്രതിജ്ഞയിൽ മുഴുവൻ പേരും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് VD സതീശൻ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മേനോൻ എന്ന് ചേർത്ത് സത്യവാചകം ചൊല്ലിയതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സതീശൻ വീണ്ടും മുഴുവൻ പേരും ആവർത്തിച്ചത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. നിയമസഭയിൽ മേനോൻ ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ MLA സത്യപ്രതിജ്ഞയിൽ അച്ഛന്റെ മുഴുവൻ പേരും പറഞ്ഞാണ് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മേനോൻ എന്ന് ചേർത്ത് സത്യവാചകം ചൊല്ലിയതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. 2021 നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യവേ VD സതീശൻ എന്ന ഞാൻ എന്നായിരുന്നു സതീശൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യവേ VD സതീശൻ പറഞ്ഞത്. ഇതുവരെ ഇല്ലായിരുന്ന സവർണജാതി വാൽ ഉറക്കെ പ്രഖ്യാപിച്ച് VD സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലിയതും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അംഗീകരിക്കപ്പെട്ട സെക്യുലർ വരികളെ മറികടന്ന് വന്ദേ ഭാരതം ചൊല്ലിയതുമെല്ലാം മുൻ നിലപാടുകളിൽ പൊള്ളയാണെന്ന് തെളിയിക്കുന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് VD സതീശനെതിരെ ആദ്യ വിമർശനം ഉയർന്നത്. പഞ്ച് കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറെ കൂടി ഇൻക്ലൂസീവ് എന്ന് കോൺഗ്രസ് നേതാവായ ജിൻഡോ ജോൺ വിമർശിച്ചു. വായനയ്ക്ക് സമയം മാറ്റിവെക്കുന്ന മുഖ്യമന്ത്രി ഡോക്ടർ BR അംബേദ്കറെ വായിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്ന് കോൺഗ്രസ് വക്താവ് VR അനൂപും വിമർശനം ഉന്നയിച്ചിരുന്നു. മുൻ സത്യപ്രതിജ്ഞകളിൽ ഉപയോഗിക്കാതിരുന്ന മേനോൻ ഇപ്പോൾ എങ്ങനെ പേരിന്റെ വാലായി വന്നുവെന്നും അനൂപ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജാതിപ്പേര് ഉപയോഗിച്ചു എന്ന വിമർശനങ്ങളോട് വൈകാരികമായിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. അച്ഛന്റെ മുഴുവൻ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സതീശന്റെ മറു ചോദ്യം. അച്ഛന്റെ മുഴുവൻ പേര് അതാണ്, അമ്മയുടെ പേര് കൂടി പറയാനാകാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുൻപ് മരിച്ചുപോയവരാണ് 2 പേരും. രേഖകളിലുള്ള എന്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണ്. അതിനെന്താണ് കുഴപ്പം എന്നും പാസ്പോർട്ടിൽ അങ്ങനെയല്ലേ എന്നും VD സതീശൻ ചോദിക്കുന്നുണ്ട്. അതേസമയം സത്യപ്രതിജ്ഞാ വേളയിൽ മുഖ്യമന്ത്രി VD സതീശൻ തന്റെ പിതാവിന്റെ പൂർണ്ണ പേര് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെതിരെ കവിയും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരുന്നു. സ്വന്തം പിതാവിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു പുത്രന്റെ കടമയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും ശ്രീകുമാരൻ തമ്പി തന്റെ കുറിപ്പിൽ വ്യക്തമാക്കി. താൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജാതിപ്പേര് ഉപയോഗിച്ചു എന്ന വിമർശനങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വൈകാരികമായാണ് പ്രതികരിച്ചത്. അച്ഛന്റെ പേര് പറയാനാണ് താൻ അത് വായിച്ചതെന്നും അമ്മയെ മനസ്സിൽ ഓർത്തെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ പേരും പറയുമായിരുന്നുവെന്നും അച്ഛന്റെയും അമ്മയുടെയും പേര് പറയുന്നത് തനിക്ക് സന്തോഷവും അഭിമാനവുമാണെന്നും സതീശൻ വ്യക്തമാക്കി. സതീശന്റെ പിതാവ് വടശ്ശേരിൽ ദാമോദര മേനോന്റെയും അമ്മ വിലാസിനി അമ്മയുടെയും കുറിച്ചുള്ള ഓർമ്മകളും ശ്രീകുമാരൻ തമ്പി പങ്കുവച്ചു. VD സതീശൻ എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകത്തെക്കുറിച്ചും ശ്രീകുമാരൻ തമ്പി കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. വിവിധ ക്രിസ്തുമത സമ്മേളനങ്ങളിൽ സതീശൻ നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണിത്. ബൈബിൾ വായനയിലൂടെ സ്വായത്തമാക്കിയ യേശു ക്രിസ്തുവിന്റെ ദർശനങ്ങളും ലോകക്രമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സതീശനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ജീവിതത്തിൽ പിന്തിരിഞ്ഞോടാതെ നിൽക്കാനുള്ള ആത്മവിശ്വാസം തന്നത് യേശു ക്രിസ്തുവാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെന്നും തമ്പി ചൂണ്ടിക്കാട്ടി. 1 മാസം കൊണ്ട് 1ാം പതിപ്പ് വിറ്റഴിഞ്ഞ ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പാണ് താൻ വായിക്കുന്നതെന്നും തമ്പി പറഞ്ഞു. ക്രിസ്തുവിന്റെ ജീവിതവും ദർശനവും തന്നെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ ശ്രീകുമാരൻ തമ്പി താൻ എഴുതിയ സത്യനായക മുക്തിദായക എന്ന വരികളും കുറിപ്പിൽ പങ്കുവച്ചു. മുഖ്യമന്ത്രിയുടെ പേര് പറയലിനെതിരെ പ്രതിഷേധിക്കുന്ന റോമൻ കത്തോലിക്കക്കാരനായ യുവ നേതാവും മറ്റുള്ളവരും ഈ പുസ്തകം വായിക്കുന്നത് സംശയങ്ങൾ മാറാൻ നന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.